ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 6 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഡെയിലി ഫോട്ടോഷോപ്പ് ലൈഫിൽ യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയിട്ടുള്ള 6 കാര്യങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫോട്ടോഷോപ്പ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലെയർ ബോക്സിലുള്ള ഒരു ടെക്നിക്കാണ്. അതായത് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 3 ലെയറുകളാണ് ടോട്ടലായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ലെയർ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ 3 ലെയറുകൾ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയർ കറക്റ്റ് ആയിട്ട് ഏതാണ് എന്ന് നമുക്ക് ഈ ഒരു ബോക്സിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നില്ല. അതൊന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാനൽ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ഈ ഒരു പോപ്പപ്പിൽ നിന്നും ഓൾറെഡി ഇവിടെ എൻ്റർ ഡോക്യുമെന്റ് എന്നൊരു ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത്. അത് ലെയർ ബൗൺസി എന്നാക്കി കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെയറുകളുടെയൊക്കെ വ്യൂ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിവിടെ യെല്ലോ ലെയർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യെല്ലോ ലെയർ സെലക്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെയർ ബോക്സിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ഫയലിൽ ഏതൊക്കെ ലെയറുകളാണ് നമ്മൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഒരു പ്രത്യേക സെലക്ഷൻ ടെക്നിക്കാണ്. അതായത് ഞാനിപ്പോൾ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു ഇമേജിനെ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ടൂൾ ബാറിൽ പോളിഗൺ ലാസോ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഇമേജിനെ മാത്രമായിട്ട് കട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് കുറച്ച് സ്ട്രൈറ്റ് അല്ലാത്ത ഏരിയകളാണ്. അപ്പോൾ ഇത്തരം ഏരിയകളിൽ എത്തുന്ന സമയത്ത് നമുക്ക് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൂള് സാധാരണ ലാസോ ടൂളായിട്ട് മാറുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മൗസിലും ഓൾട്ടിലും ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ രീതിയിൽ വരച്ചുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏരിയകളാണ് വരുന്നത്. അപ്പോൾ വീണ്ടും കീബോർഡിലെ ഓൾട്ടിൽ നിന്നും വിരലെടുത്ത് കൊടുക്കുന്നു. ശേഷം മൗസിൽ നിന്നും വിരലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൂൾ വീണ്ടും ആ ഒരു പോളിഗൺ ലാസോ ടൂളായിട്ട് മാറുന്നതാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് നേരത്തെ വരച്ചതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വരക്കാവുന്നതാണ്. നമ്മൾ വീണ്ടും ബെൻഡായിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വരയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഓൾട്ടിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം മൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ടൂള് വീണ്ടും മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ അത് വെറും ലാസോ ടൂളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ബെൻഡിങ് ഏരിയ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കീബോർഡിൽ നിന്നും വീണ്ടും വിരലെടുക്കുന്നു. ശേഷം മൗസിൽ നിന്നും വിരലെടുക്കുന്നു. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും വരയ്ക്കാൻ പോവാണ്. ശേഷം വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു സെലക്ഷനായിട്ട് മാറുന്നതാണ്. നമുക്ക് ഈ ഒരു സെലക്ഷനെ മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് കളർ പിക്ക് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്നിക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ ടൂൾ ബാറിൽ നിന്നും ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ ഇവിടെ സെലക്ട് ആവുന്നതാണ്. ശേഷം നമുക്ക് ആ ഒരു കളർ ബ്രഷിങ്ങിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു കളർ ഇവിടെ അപ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിലുള്ള നമ്മുടെ ഇമേജുകളുടെ കളർ പിക്ക് ചെയ്യാം എന്നത് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഫോട്ടോഷോപ്പിന് പുറത്തുള്ള ഇമേജുകളിൽ നിന്നും ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കളർ പിക്ക് ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് അറിയില്ല. അതായത് ഞാനിവിടെ ഫോട്ടോഷോപ്പിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. ഇവിടെ ബാക്കിൽ ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഒന്നുകൂടെ ഫോട്ടോഷോപ്പ് തന്നെ ഓപ്പൺ ആക്കുന്നു. ശേഷം ഈ ഒരു ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ടൂള് ഒരു റൗണ്ടിനുള്ളിലായിട്ട് മാറുന്നതാണ്. ശേഷം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള കളർ ഇതേപോലെ പിക്ക് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കളർ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഏതൊരു ഭാഗത്തിലൂടെയാണോ കൊണ്ടുപോകുന്നത് ആ ഒരു കളർ ഇവിടെ സെലക്ട് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പല സമയങ്ങളിലും നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് വർക്കുകളിൽ ഈ ഒരു ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നാലാമതായിട്ടുള്ള ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ബ്രഷുകളുടെ സൈസും തിക്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഇവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബ്രഷ് ടൂൾ ഈ ഒരു രൂപത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് ഏകദേശം ഈ ഒരു റെഡ് രൂപത്തിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം കീബോർഡിൽ നിന്നും മൗസിൽ നിന്നും വിരലെടുക്കാതെ തന്നെ നമ്മുടെ മൗസ് ഏകദേശം ഈ ഒരു വലത്തോട്ട് ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് ഇതേപോലെ വലുതായി വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൗസിനെ ഇടത്തോട്ട് ചലിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് ഇതേപോലെ ചെറുതായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൗസിനെ ബാക്കോട്ട് ചലിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിൻ്റെ തിക്നെസ് ഇതേപോലെ ഹാർഡായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഹാർഡ് ബ്രഷാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു ബ്രഷ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഒന്നുകൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ കീബോർഡിൽ ഓൾട്ടും മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്യുന്നു. ശേഷം മൗസ് ഒന്ന് മുന്നോട്ട് ചലിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ മുന്നോട്ട് ചലിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്രഷിൻ്റെ തിക്നെസ് ഇതേപോലെ കുറഞ്ഞു വരുന്നതാണ്, ഒന്നുകൂടെ സ്പ്രെഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ബ്രഷ് കൂടുതൽ സ്പ്രെഡായി വരുന്നുണ്ട്. ശേഷം ഈ ഒരു ബ്രഷ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും സൈസ് കുറക്കാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്പ്രെഡ്നെസ് കുറക്കാനും കൂട്ടാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ലെയർ സ്റ്റൈലിലുള്ള ഒരു ടെക്നിക്കാണ്. അതായത് ഞാനിവിടെ മറ്റൊരു ഫയലിലായിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വർക്കിൻ്റെ ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ടെക്സ്റ്റ് ലെയറാണ്. ഈ ഒരു ടെക്സ്റ്റ് ലെയറിൽ ഒരു എഫക്റ്റുകളും ഇല്ലാത്ത ഒരു ബ്ലാക്ക് ടെക്സ്റ്റാണ്. എന്നാൽ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഷാഡോയും അതേപോലെ തന്നെ ബോർഡറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ എഫക്റ്റ് ഈ ഒരു ടെക്സ്റ്റിനും കൂടെ അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അതിൽ നിന്നും കോപ്പി ലെയർ സ്റ്റൈൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഏതൊരു ടെക്സ്റ്റിലേക്കാണോ ഈ എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ലെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അതിൽ നിന്നും പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മുമ്പത്തെ ലെയറിൽ നിന്നും കോപ്പി ചെയ്തിട്ടുള്ള മുഴുവൻ എഫക്റ്റുകളും ഈ ഒരു ലെയറിലേക്കും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ കാര്യം ചെറിയ ഐക്കൺസിൻ്റെയും ഇമേജിൻ്റെയും ഒക്കെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു ടിപ്പാണ്. ഞാനിവിടെ മറ്റൊരു ഇമേജിലായിട്ട് അത് കാണിക്കാൻ പോവാണ്. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വാട്സാപ്പിൻ്റെ ഒരു ഐക്കണോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഐക്കണ എടുത്തുകൊണ്ട് ഞാൻ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കുറക്കാൻ പോവാണ്. അതിൻ്റെ സൈസ് നമ്മൾ കുറച്ചുകൊണ്ട് ഏകദേശം ഈ രൂപത്തിൽ എത്തിക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഐക്കണിൻ്റെ സൈസ് ഏകദേശം ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈസ് മുഴുവനായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഫയലിലേക്ക് ആ ഒരു ഇമേജിനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ആ ഒരു ലെയറിൻ്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നതാണ്. അതിനുശേഷം ലെയറിൽ ഇതേപോലെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് ചെറുതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെയറിന് ചുറ്റും ഇതേപോലെ ഒരു ക്രോസ് മാർക്ക് ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെയർ ഒരിക്കലും ചെറുതാക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതല്ല. ഞാനിപ്പോൾ ഇത് ഒന്ന് ചെറുതാക്കാൻ പോവാണ്. ഞാൻ ഒരുപാട് ചെറുതാക്കി ഏകദേശം ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് അതൊന്ന് അവിടെ സെറ്റ് ചെയ്യുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് വീണ്ടും വലുതാക്കാൻ പോവാണ്. അങ്ങനെ വലുതാക്കിയ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ വീണ്ടും അത് ചെറുതിൽ നിന്നും വലുതാക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആവുന്നൊരു ടെക്നിക്കാണ് ഈ 6ാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 6 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫോട്ടോഷോപ്പ് ലൈഫിൽ തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.